ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങൾ ഡൽഹിയോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഞങ്ങളിവിടെ ഡൽഹിയിൽ സ്റ്റേ ചെയ്തിരുന്നത് രോഹിത്തിൻ്റെ ഫ്രണ്ട് ശ്രീഹരിയുടെ ഫ്ലാറ്റിലായിരുന്നു കേട്ടോ. അപ്പം അവിടെ നിന്ന് നമുക്ക് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തണം. അവിടെ നിന്ന് 6:10 ഞങ്ങൾക്കുള്ള ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ രാത്രി തന്നെ ഊബർ ബുക്ക് ചെയ്തിരുന്നു. രാവിലെ 5 മണിക്ക് ഞങ്ങൾക്കുള്ള ഊബർ എത്തി. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ഡൽഹിയിൽ എത്തിയപ്പോൾ ഇവിടെ നല്ല ചൂടായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന ദിവസം നോക്കിക്കേ, ഭയങ്കര മഴയാണ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ എത്തിയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ പുറത്തിറങ്ങില്ലെന്നുണ്ടെങ്കിൽ അഡീഷണൽ ചാർജസ് ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് കേട്ടോ ഈടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ബ്ലോക്ക് കണ്ടതുകൊണ്ട് റോഡിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി കയറുകയാണ് ചെയ്തത്. കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ ട്രെയിൻ വന്ന കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇനിയുള്ള യാത്ര രാജധാനി എക്സ്പ്രസ്സിലാണ് കേട്ടോ. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു രാജധാനി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യണം, രാജധാനിയിലെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. രാജധാനി എക്സ്പ്രസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫുഡിൻ്റെ ചാർജസ് നമുക്ക് ഒഴിവാക്കാം. ഏകദേശം ഒരു 1200 രൂപയോളം നമുക്ക് ഫുഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞു കിട്ടും. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ചു. ട്രെയിൻ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കണം നല്ല വൃത്തി ഉണ്ടായിരുന്നു. അപ്പോൾ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂസ് പേപ്പർ കിട്ടി. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വെള്ളവും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്കൊരു വെറൈറ്റി ഐറ്റം പരിചയപ്പെടുത്തരാം. ഇതാണ് കുച്ച് കുച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിച്ചർ പോലൊരു ഐറ്റമാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ കുറേശ്ശെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം കുച്ച് കുച്ച് എന്ന പേര് വന്നത്. ഞങ്ങൾ ഈ ട്രെയിനിൽ കയറിയിട്ട് ആദ്യം കഴിക്കുന്നത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് തന്നതല്ല, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതാണേ. അങ്ങനെ ട്രെയിൻ മൂവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ചായ വന്നു കേട്ടോ. ഈ ഒരു ഇൻസ്റ്റൻറ്റ് ടീ മിക്സാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. ചായയുടെ കൂടെ 2 ബിസ്ക്കറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കാഴ്ചയെ കണ്ടിങ്ങനെ ഇരുന്നപ്പോൾ ഏകദേശം ഒരു 8 മണി ആയപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഷുഗർ ഇത് ഒരു മാംഗോ ഡ്രിങ്കാണ് ഇത്. പിന്നെ ഇത് ഓംലെറ്റാണ്. ഓംലെറ്റ് നല്ല ചൂടുണ്ട്. പിന്നെ ഇത് ബ്രെഡ്, പിന്നെ അതിനുള്ള കുറച്ച് ബട്ടറും, പിന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതെല്ലാം കൂടി ഒരു സാൻഡ്വിച്ച് ആക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബ്രെഡിൽ ബട്ടറൊക്കെ തേച്ച് ഓംലെറ്റും കെച്ചപ്പും കൂടി ഫില്ല് ചെയ്ത് ഞാൻ കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പുറത്ത് അപ്പോഴേക്ക് രോഹിത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കാഴ്ചയെ കണ്ടിരിക്കുമായിരുന്നു. നല്ല കാഴ്ചകളായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും പോലെ ഉള്ളതല്ലായിരുന്നു. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കൂടുതലും ഹിന്ദി, തെലുങ്ക് അങ്ങനെയുള്ള ഭാഷകളൊക്കെയായിരുന്നു കേട്ടിരുന്നത്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് കൂടുതലും ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ കൂടുതലും മലയാളികളായിരുന്നു. രാവിലെ ഇതൊരെണ്ണം കുടിക്കാൻ നല്ലതാണ്. കുടിക്കാൻ നല്ലതാണ്. ഏകദേശം ഞങ്ങളുടെ ലഞ്ചിനുള്ള സമയമായി വരുന്നുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല കാഴ്ചകളാണ് കാണാനായിട്ട്. നമുക്കുള്ള ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ അവർ കൊണ്ടു തരും കേട്ടോ. അതിന് മുമ്പേ വന്ന് നോൺ വെജ് ആണോ വെജ് ആണോ എന്നൊക്കെയുള്ള ഓർഡറുകളൊക്കെ എടുത്തിട്ടാണ് അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ഇതേ കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് കറക്റ്റ് 1 മണിയായപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദാൽ കറിയാണ്. ചപ്പാത്തി
അച്ചാർ. അപ്പോൾ നമുക്ക് ലഞ്ചിന് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പച്ചരി ചോറായതുകൊണ്ട് തന്നെ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത് ഈ ഒരു ചപ്പാത്തി ആയിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ദാൽ കറി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ കറിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രോഹിത്തിന് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു രസഗുളയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണക്ക് കൂട്ടലൊന്നും തെറ്റിക്കാതെ കറക്റ്റ് 4 മണിയായപ്പോൾ തന്നെ നമുക്കുള്ള ചായയും സ്നാക്സും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കുച്ചു പോലത്തെ എന്തോ ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇത് എന്തോ ഒരു സ്നാക്സാണ്, പേരൊന്നും എനിക്കറിയില്ല. അതിൻ്റെ കൂടെ ഒരു സാൻഡ്വിച്ചും പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച രസഗുളയും ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഇൻസ്റ്റൻ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷുഗറും മിൽക്ക് പൗഡറും ഒക്കെയാണ് കേട്ടോ. കൂടെ ഒരു കെച്ചപ്പും വീണ്ടും ഒരു പാസ്പാസും ഉണ്ടായിരുന്നു കേട്ടോ. अंदर मुड़ने ना प्रिंट चिपक लिया था, वो अंदर मुड़ने के बाद सैंडविच अंदर मुड़ लिया था, ऊपर एलईडी लगी जबरदस्ती ने कटवाया। जब से बात करिए जरा। नहीं उनने ये कहता तुम काट लो, कोई दिक्कत नहीं है, पर वो ज्वाइंट सही लगा देना प्रॉपर। मैं कहता कम से कम 8 മലരും കടലയും ഒക്കെ ഉള്ള സാധനം. അടുത്തത് കേക്കാണ്. ഒന്നേ ഉള്ളൂ ഇപ്പം, വൈകിട്ട് ഒന്നേ ഉള്ളൂ. ഇച്ചിരി ചോറിന് 2 പിന്നീട് നൈറ്റിൽ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ച അതേ ഫുഡ് തന്നെയാണ് ഞങ്ങൾക്ക് നൈറ്റിലും കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സെയിം പച്ചരി ചോറും ചപ്പാത്തിയും ചിക്കനൊക്കെ ആയിട്ട് അതേ ആ ഒരു മെനു തന്നെയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഐസ്ക്രീമും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ ഐസ്ക്രീമൊക്കെ കുടിച്ച് ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.